നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില പോരാട്ടങ്ങൾ അങ്ങനെയാണ്, ശത്രുവിനെ മടയിൽ കയറി അടിക്കുക. കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ തുടരുന്ന അപ്രഖ്യാപിത നയം. 30-ലധികം തീവ്രവാദികൾ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ് ഇപ്പോൾ ലഷ്കർ-ഇ തയ്യിബ നേതാവ് റിസ്വാൻ ഹനീഫ്. ദുരന്തർ എന്ന സിനിമയെ ഓർമ്മപ്പെടുത്തും വിധമാണ് ഇപ്പോൾ ലഷ്കർ-ഇ തയ്യിബ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. ദുരന്തർ സിനിമയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ദൗത്യമേൽപ്പിച്ച് പാകിസ്ഥാനിലെ അധോലോക ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്നു. അവൻ വ്യാജ പേരിൽ അവിടെ നുഴഞ്ഞുകയറി ബോംബെ ആക്രമണത്തിന്റെ സൂത്രധാരന്മാർക്കെതിരെ പ്രതികാരം തീർക്കുന്നതാണ് കഥ. എന്നാൽ അതിനോട് സമാനമായ സംഭവങ്ങൾ ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കുന്നു. ലഷ്കർ-ഇ തയ്യിബയുടെ മുതിർന്ന ഓപ്പറേറ്റീവ് റിസ്വാൻ ഹനീഫ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പരസ്യ പ്രസംഗം 2020 മുതൽ ഇതുവരെ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് തങ്ങളുടെ 30-ലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഹനീഫ് പറയുന്നത്. ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഹനീഫ് ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നത്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, മുസഫറാബാദ്, റാവൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് തങ്ങളുടെ പ്രധാന നേതാക്കളും കേഡർമാരും കൊല്ലപ്പെട്ടു. ഇതിനു പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്ന് ഹനീഫ് പരസ്യമായി ആരോപിക്കുന്നു. വിദ്വേഷ പ്രത്യയശാസ്ത്രങ്ങളെ ന്യായീകരിക്കാനും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടാണ് ഹനീഫയുടെ ഈ പ്രസംഗം. എന്നാൽ ഭീകര സംഘടനകൾ നേരിട്ട വലിയ തിരിച്ചടിയുടെ പരസ്യമായ കുറ്റസമ്മതം കൂടി മാറുകയാണ് ഈ പ്രസംഗം. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ ലഷ്കർ-ഇ തയ്യിബയുടെ മാത്രം 30-ലധികം ഭീകരർ കൊല്ലപ്പെടുന്നു. അടുത്ത കാലത്ത് പാകിസ്ഥാൻ മണ്ണിൽ ലഷ്കർ-ഇ തയ്യിബ നേരിട്ട കനത്ത നാശനഷ്ടങ്ങളുടെയും തിരിച്ചടികളുടെയും വ്യക്തമായ സ്ഥിരീകരണമാണ് ഈ പ്രസംഗം. തങ്ങളുടെ ആളുകളെ ഓരോരുത്തരെയായി വേട്ടയാടി തീർക്കുന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ നീക്കമാണ് ഹനീഫ മുന്നോട്ട് വയ്ക്കുന്നത്. അജ്ഞാത തോക്കുധാരികളെ ഉപയോഗിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഹനീഫ പറയുന്നു. ഇന്ത്യൻ സുരക്ഷാ സേനയെയും നിരപരാധികളായ പൗരന്മാരെയും ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ഭീകരാക്രമണം നടത്തുമ്പോൾ ഇത്തരമൊരു തിരിച്ചടി അവർ സ്വപ്നേപി കരുതിയിരുന്നില്ല. ഇപ്പോഴിതാ സ്വന്തം താവളങ്ങൾ പോലും തങ്ങൾക്ക് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് ഭീകരരിൽ വന്നു തുടങ്ങി. പാക് മണ്ണിൽ പടർന്നു പിടിക്കുന്ന അസ്ഥിരത തന്നെയാണ് അവരെ ഏറ്റവുമധികം തളർത്തുന്നതും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ, ദുരന്തർ മോഡൽ രഹസ്യ ഓപ്പറേഷനുകളാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യമെന്നാണ് ഈ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ പോലും തങ്ങളുടെ ഭീകരർക്ക് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവാണ് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ ഏജന്റുമാർ തങ്ങളുടെ ആളുകളെ വധിക്കുന്നുവെന്ന് അയാൾ തുറന്നു പറയുന്നു. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞുവരാം. ഭീകരർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് അങ്ങേയറ്റം വിദ്വേഷകരവും പ്രകോപനപരവുമായ പ്രസംഗങ്ങൾ അയാൾ നടത്തുന്നു. കേവലം മതവിശ്വാസത്തിൻ്റെ പേരിലാണ് തങ്ങൾ വേട്ടയാടപ്പെടുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അയാൾ. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു അനുകമ്പയ്ക്കായിരുന്നു അയാൾ ശ്രമിച്ചത്. അടുത്ത കാലത്ത് പാകിസ്ഥാനിലെ വിവിധ കോണുകളിൽ വെടിയേറ്റു മരിച്ചു വീണ പ്രമുഖ ഭീകരരുടെ പട്ടിക പരിശോധിച്ചാൽ ലഷ്കർ-ഇ തയ്യിബയ്ക്ക് സംഭവിച്ച നാശത്തിൻ്റെ ആഴം വ്യക്തമാകും. അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട അബു സൈഫുള്ള ഖാലിദ്, സിന്ധിലെ ബാദിനിൽ ഇയാൾ കൊല്ലപ്പെട്ടു. ലഷ്കർ-ഇ തയ്യിബയുടെ മുതിർന്ന കമാൻഡർ. 2005 ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ. 2006 നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഈ ഭീകരൻ. 2008 റാംപൂരിലെ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണവും ഇയാളുടെ ബുദ്ധി. എന്നാൽ ഒടുവിൽ അബു സൈഫുള്ള ഖാലിദിൻ്റെ ജീവൻ അജ്ഞാതരുടെ തോക്കുകളാൽ തീർന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ലോജിസ്റ്റിക്സിൽ പങ്കുള്ള ഹംസ ബുർഹാൻ. ഇയാൾ പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് വീഴുന്നു. 2016 പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണത്തിലെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളാണ് ഷാഹിദ് ലത്തീഫ്. പിന്നീട് സിയാൽകോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഷാഹിദ് ലത്തീഫ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ലാഹോറിൽ വെച്ച് കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് മേധാവി പരംജിത് സിംഗ് പഞ്ച്വാർ. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുകയായിരുന്ന ഇയാൾ പിന്നീട് അജ്ഞാതരുടെ തോക്കിൽ തീർന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആസൂത്രണം ചെയ്ത രഹസ്യ പ്രചാരണങ്ങളുടെ ഭാഗമാണ് കൊലപാതകങ്ങളെന്ന് ഹനീഫ് പറയുന്നു.
വിദേശ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന ആരോപണങ്ങൾ ഇന്ത്യൻ സർക്കാർ പലതവണ നിരസിച്ചിട്ടുണ്ട്. കാശ്മീരിൽ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന റിയാസ് അഹമ്മദ് എന്ന അബു കാസിം റാവൽകോട്ടിലെ പള്ളിയിൽ വെച്ച് വെടിയേറ്റ് വീണ് മരിച്ചു. ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രമുഖ റിക്രൂട്ടറും കമാൻഡറുമായിരുന്ന അക്രം ഖാൻ അഥവാ അക്രം ഖാസി പാകിസ്ഥാനിലെ ബജൌറിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് വീണു. മറ്റൊരു പ്രമുഖ ലഷ്കർ കമാൻഡറായ മൗലാന സിയാഉർ റഹ്മാൻ കറാച്ചിയിലെ ജൗഹർ പ്രദേശത്ത് വെച്ച് പ്രാദേശിക പാർക്കിലൂടെ നടക്കുമ്പോൾ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പത്താൻകോട്ട് വ്യോമത്താവളത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രമുഖനായിരുന്നു ഷാഹിദ് ലത്തീഫ്. ഇന്ത്യയുടെ മണ്ണിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ഭീകരരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാന്റെ ആഭ്യന്തര പരാജയമാണ് ഈ കൊലപാതകങ്ങളെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നു. 80കളുടെ അവസാനത്തിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, സഫർ ഇക്ബാൽ, അബ്ദുള്ള അസീം എന്നിവർ ചേർന്നാണ് ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ഇന്ത്യയിൽ നിരവധി ചോരക്കളികൾ അവർ നടത്തി. ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് ഇപ്പോൾ കാലം കണക്ക് തീർക്കുന്നു. പാകിസ്ഥാൻ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും എത്രയൊക്കെ സുരക്ഷയൊരുക്കിയാലും അവരുടെ മണ്ണിൽ ഭീകരർ സുരക്ഷിതരല്ല എന്ന് തോന്നൽ അവരെ വേട്ടയാടി തുടങ്ങി. അജ്ഞാത തോക്കുധാരികളുടെ കയ്യിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ഭീകര നേതാക്കൾക്ക്. വൻ സുരക്ഷാ സന്നാഹങ്ങളോടെ മാളങ്ങളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഭീകര നേതാക്കൾ പോലും ഇപ്പോൾ തോക്കിൻ തുമ്പിൽ തീരുന്നു. സിനിമകളിൽ കാണുന്നതിനേക്കാൾ സങ്കീർണവും സവിശേഷവുമായ ഘടനയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ചാരശൃംഖല പ്രവർത്തനം. ശത്രുക്കളുടെ ഏത് നീക്കവും തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ രഹസ്യാന്വേഷണ ഏജൻസി സംവിധാനം. ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ സാങ്കേതിക സൂപ്പർ ഫീഡറാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന NTRO. ഇലക്ട്രോണിക് ഇൻ്റലിജൻസ്, സാറ്റലൈറ്റ് വ്യോമ നിരീക്ഷണം, അഡ്വാൻസ് സൈബർ സർവൈലൻസ് എന്നിവയിൽ ഇവർ വിദഗ്ധർ. ഇന്ത്യയുടെ പ്രധാന വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് RAW. ഇന്ത്യക്ക് പുറത്തുള്ള ഭീഷണികളെ ഹ്യൂമൻ ഇൻ്റലിജൻസ്, സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ RAW നിരീക്ഷിക്കുന്നു. വിദേശ മണ്ണിൽ അതീവ രഹസ്യ സൈനിക ദൗത്യങ്ങൾ നടപ്പിലാക്കാൻ സ്വന്തമായി പ്രത്യേക സേനയുള്ള ഏക സിവിലിയൻ ഏജൻസിയാണ് RAW. ഇവർ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലുമാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. RAW, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ മുൻകൂർ അനുമതിയോടെ വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷനുകളെ ഏകോപിപ്പിക്കാൻ IBക്ക് പ്രത്യേക അധികാരമുണ്ട്. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി കര, നാവിക, വ്യോമസേനകളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയാൻ ആർമി, BSF, CRPF, ITBP, SSB എന്നിവരുമായി ചേർന്ന് IB പ്രവർത്തിക്കുന്നു. പാക് അധീന കാശ്മീരിൽ തങ്ങളുടെ തീവ്രവാദികൾക്ക് സുരക്ഷിതമായി ഇനി കഴിയാനാവില്ല എന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ഏജന്റുമാർ തങ്ങളുടെ ആളുകളെ വധിക്കുകയാണ് എന്ന് ഹനീഫ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഭീകരർക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് പഴയ ഒരു ഇന്ത്യൻ സംവിധാനത്തെയല്ല, കരുത്തുറ്റ ഒരു ഇന്ത്യയെ. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായി ഭയക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.